അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 31 ചൊവ്വാഴ്ച. 2025 വരവേൽക്കാനൊരുങ്ങി ലോകം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 കിരിബാത്തി ദ്വീപിലാണ് ആദ്യം പുതുവർഷം പിറക്കുക. ഇന്ത്യൻ സമയം 4:30 ന്യൂസിലാൻഡും 6:30 ഓസ്ട്രേലിയയും 8:30 ജപ്പാനും 9:30 ചൈനയും പുതുവർഷത്തെ വരവേൽക്കും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 UK-യിലും രാവിലെ 10:30 അമേരിക്കയിലും പുതുവർഷം പിറക്കും. ഏറ്റവും അവസാനം പുതുവർഷമെത്തുന്നത് അമേരിക്കയിലെ ജനവാസമില്ലാത്ത ബേക്കർ ദ്വീപ്, ഹൗലാൻഡ് ദ്വീപ് എന്നിവിടങ്ങളിലാണ്. അതേസമയം പുതുവർഷത്തെ വരവേൽക്കാൻ കൊച്ചിയും ഒരുങ്ങിക്കഴിഞ്ഞു. ജില്ലയിലെ ഫോർട്ട് കൊച്ചിയിൽ കൂടാതെ കാലടിയിലും കാക്കനാടും പുതുവർഷ പിറവിക്കായി കൂറ്റൻ പാപ്പാഞ്ഞിമാരെ തയ്യാറാക്കിയിട്ടുണ്ട്. പുതുവത്സരാഘോഷവേളയിൽ ക്രമസമാധാനം ഉറപ്പാക്കാൻ കർശന നടപടിയെന്ന് കേരള പോലീസ്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ആളുകൾ കൂടുതലായി കൂടുന്ന ഇടങ്ങളിലും ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കുമെന്ന് പോലീസ് വിശദീകരിച്ചു. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കർശന വാഹന പരിശോധന ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. മനുഷ്യത്വത്തിന്റെ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ജാതിമത ഭേദമന്യേയുള്ള മനുഷ്യസ്നേഹമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സനാതനധർമ്മത്തിന്റെ വക്താവായി ഗുരുവിനെ സ്ഥാപിക്കാൻ ശ്രമം നടത്തുകയാണെന്നും എന്നാൽ സനാതനധർമ്മത്തെ ഉടച്ചുവാർത്തയാളാണ് ഗുരുവെന്നും ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു. മേൽവസ്ത്രം അഴിച്ച് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കണമെന്നത് അനാചാരമാണെന്ന് സച്ചിദാനന്ദ സ്വാമി. പഴയകാലത്ത് പൂണൂൽ കാണുന്നതിന് വേണ്ടിയാണ് ഈ സമ്പ്രദായം തുടങ്ങിയത്. ഇപ്പോഴും പല ക്ഷേത്രങ്ങളിലും ഈ നിബന്ധന തുടരുന്നുവെന്നും അത് തിരുത്തണമെന്നാണ് ശ്രീനാരായണ സമൂഹത്തിന്റെ നിലപാടെന്നും വർക്കല ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. സച്ചിദാനന്ദ സ്വാമികൾക്ക് ശേഷം സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ നിലപാടിനെ പിന്തുണച്ചു. ഉമാ തോമസ് MLA ചോദ്യങ്ങളോട് പ്രതികരിച്ചെങ്കിലും ഗുരുതരാവസ്ഥയിൽ തന്നെയാണെന്നും എന്നാൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്നും ഡോക്ടർമാർ. തുടർ ചികിത്സ പ്രധാനമാണെന്നും ആന്റിബയോട്ടിക്കുകൾ നൽകുന്നുണ്ടെന്നും ട്യൂബിലൂടെയാണ് ഭക്ഷണം കൊടുക്കുന്നതെന്നും ന്യൂമോണിയ വരാതെ നോക്കേണ്ടതുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു. അതേസമയം അമ്മേ എന്ന് വിളിച്ചപ്പോൾ വിളി കേട്ടുവെന്നും ചിരിച്ചുവെന്നും മകൻ വിഷ്ണു പറഞ്ഞു. രാവിലെ പോയി കണ്ടപ്പോൾ കൈകാലുകൾ അനക്കി ചോദ്യങ്ങളോട് പ്രതികരിച്ചുവെന്നും കണ്ണുകൾ തുറന്നുവെന്നും മകൻ വിഷ്ണു കൂട്ടിച്ചേർത്തു. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയ നൃത്തപരിപാടിയിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. പരിപാടിയിൽ പങ്കെടുത്ത സിനിമാ താരങ്ങളായ സിജോയ് വർഗീസ്, ദിവ്യ ഉണ്ണി അടക്കമുള്ളവരുടെ മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത നൃത്ത അധ്യാപകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയുടേത് മര്യാദയില്ലാത്ത സംഘാടനമെന്ന് കൊച്ചി മേയർ M. അനിൽകുമാർ. തന്നെ സംഘാടകർ ക്ഷണിച്ചത് തലേദിവസം മാത്രമാണ്, അപ്പോൾ തന്നെ വരില്ല എന്ന് പറഞ്ഞിരുന്നുവെന്നും GCDA ചെയർമാനെയും വിളിച്ചെങ്കിലും പോയില്ലെന്നും മേയർ പറഞ്ഞു. സംഘാടകർ കോർപ്പറേഷന്റെ ഒരു അനുമതിയും വാങ്ങിച്ചില്ലെന്നും ചില്ലിക്കാശ് വിനോദ നികുതി അടച്ചിട്ടില്ലെന്നും M. അനിൽകുമാർ പറഞ്ഞു. പരിപാടിയുടെ സംഘാടകർക്ക് ഉടൻ നോട്ടീസ് അയക്കുമെന്നും മേയർ പറഞ്ഞു. കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് ആക്ഷേപിച്ച മഹാരാഷ്ട്രയിലെ BJP മന്ത്രി നിതീഷ് റാണയുടെ പ്രസ്താവന അത്യന്തം പ്രകോപനപരവും അപലപനീയവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘപരിവാറിന് കേരളത്തോടുള്ള അടിസ്ഥാന സമീപനമാണ് മഹാരാഷ്ട്ര മന്ത്രിയുടെ വാക്കുകളിൽ വെളിവാക്കപ്പെടുന്നതെന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ പറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളം ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ട 3 ആവശ്യങ്ങളിൽ 1 മാത്രമാണ് കേന്ദ്രം തത്വത്തിൽ അംഗീകരിച്ചതെന്ന് മന്ത്രി K. രാജൻ. 154 ദിവസം കഴിഞ്ഞാണോ അതിതീവ്ര ദുരന്തമാണെന്ന് കേരളത്തെ അറിയിക്കേണ്ടതെന്നും വീണ്ടും വീണ്ടും കത്തുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ മറുപടിയെന്നും അദ്ദേഹം പറഞ്ഞു. 2 മാസത്തിനകമായിരുന്നു ഈ കത്തെങ്കിൽ എന്തെങ്കിലും ഗുണം ഉണ്ടായേനെയെന്നും പുറത്തുനിന്നുള്ള ഏജൻസികളുടെയെങ്കിലും സഹായം തേടാമായിരുന്നുവെന്നും മന്ത്രി പ്രതികരിച്ചു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൊക്കിന് പരന്ന പാത്രത്തിൽ ഭക്ഷണം വിളമ്പിയ കുറുക്കന്റെ ബുദ്ധിയാണ് മോദിക്കുള്ളതെന്നും മോദി സർക്കാരിന് ജനങ്ങളുടെ വികാരം മനസ്സിലാകുന്നില്ലെന്നും ഹൃദയത്തിന് പകരം കരിങ്കല്ലാണ് മോദിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ദുരിതത്തിൽപ്പെട്ട എല്ലാവരുടെയും കടങ്ങൾ എഴുതി തള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും കഴുത്തിൽ കുത്തിപ്പിടിച്ച് കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി G. സുധാകരൻ താൻ ശബ്ദമുയർത്തുന്നത് പാർട്ടിക്ക് വേണ്ടിയാണെന്നും വിശ്രമ ജീവിതം നയിക്കാൻ ആരും പറയേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ശബ്ദം ഉയരാതിരിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. പത്തനംതിട്ടയിൽ എറിഞ്ഞ കല്ല് അവിടെ തന്നെ കിടക്കുകയാണെന്നും ഇവിടെ വീണിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ വിമതരെ അനുനയിപ്പിക്കാൻ ശ്രമം ആരംഭിച്ച് CPM ജില്ലാ നേതൃത്വം. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വിമതരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ജില്ലാ നേതൃത്വത്തിന്റെ നീക്കം. CPM ജില്ലാ നേതൃത്വം നേരിട്ട് വിമത നേതാക്കളുമായി ഒന്നിലധികം ചർച്ചകൾ നടത്തിയെന്നാണ് വിവരം. മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിച്ചാൽ ഒപ്പം നിൽക്കാമെന്ന നിലപാടിലാണ് വിമതർ. TP വധക്കേസ് പ്രതി കൊടി സുനിക്ക് പരോൾ നൽകിയതിൽ എന്താണ് മഹാപരാധമുള്ളതെന്ന് CPM നേതാവ് P. ജയരാജൻ. അർഹതയുണ്ടായിട്ടും സുനിക്ക് 6 വർഷമായി പരോൾ അനുവദിച്ചില്ലെന്നും കോവിഡ് കാലത്ത് പോലും പരോൾ നൽകിയിരുന്നില്ലെന്നും കൊടിയുടെ നിറം നോക്കാതെ പരോൾ ശുപാർശ നൽകിയിട്ടുണ്ടെന്നും ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജനെ സ്ഥലം മാറ്റി. സർവീസിൽ നിന്ന് വിരമിക്കാൻ 5 മാസം മാത്രമുള്ള കൊല്ലം സ്വദേശിയായ ഉദ്യോഗസ്ഥനെ മലപ്പുറത്തേക്കാണ് മാറ്റിയത്. ഡെപ്യൂട്ടി കമ്മീഷണറായ PK ജയരാജ് ജില്ലയിലെ ലഹരി മാഫിയയ്ക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം U. പ്രതിഭ MLAയുടെ മകൻ കനിവ് ഉൾപ്പെടെയുള്ള 9 അംഗ സംഘത്തെ എക്സൈസ് കഞ്ചാവുമായി പിടികൂടിയത് വലിയ വാർത്തയായിരുന്നു. കട്ടപ്പനയിൽ ജീവനൊടുക്കിയ നിക്ഷേപകൻ സാബു തോമസിന്റെ നിക്ഷേപത്തുക തിരികെ നൽകി സഹകരണ സൊസൈറ്റി. 14,59,940 രൂപയാണ് തിരികെ നൽകിയിരിക്കുന്നത്. ഈ പണം തിരികെ ചോദിച്ചപ്പോൾ സാബുവിനെ ഉദ്യോഗസ്ഥർ അപമാനിക്കുകയായിരുന്നു. ഇതിൽ മനംനൊന്താണ് സാബു ജീവനൊടുക്കിയത്. ഇന്നലെയാണ് ബാങ്ക് അധികൃതർ പണം കൈമാറിയത്. അതേസമയം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന സാബുവിന്റെ അമ്മ ത്രേസി അമ്മ ഇന്ന് അന്തരിച്ചു. അമ്മയുടെയും ഭാര്യയുടെയും ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു സാബു പണത്തിനു വേണ്ടി ബാങ്കിനെ സമീപിച്ചത്. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ മുന്നിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിനെ അധിക്ഷേപിച്ച് CPM നേതാവ് MM മണി. സാബുവിന്റെ ആത്മഹത്യ CPMന്റെ തലയിൽ കെട്ടിവെക്കേണ്ടെന്നും അദ്ദേഹത്തിന് വല്ല മാനസിക പ്രശ്നമുണ്ടായിരുന്നോ എന്ന കാര്യം പരിശോധിക്കണമെന്നും MM മണി പറഞ്ഞു. കട്ടപ്പനയിൽ സംഘടിപ്പിച്ച നയവിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു MM മണി. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള സാധ്യത അടഞ്ഞിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബമാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും ഒത്തുതീർപ്പിനുള്ള ചർച്ചകൾ തുടരുമെന്നും ഇന്നലെ ശിക്ഷ ശരിവെച്ചത് സാങ്കേതിക നടപടി മാത്രമാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷാ വാർത്ത വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. മാധ്യമം ദിനപത്രത്തിന്റെ എഡിറ്റർക്കും ലേഖകനും ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയ സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. പോലീസ് നൽകിയ നോട്ടീസ് ഹൈക്കോടതി 2 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തു. വാർത്തയുടെ ഉറവിടവും ലേഖകന്റെ മൊബൈൽ ഫോണും ഹാജരാക്കണം എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരുന്നത്. PSCയുമായി ബന്ധപ്പെട്ട വാർത്തയിലായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം. ബാർ ഹോട്ടലുകളിൽ ന്യൂ ഇയർ പ്രോഗ്രാമിന് പ്രൊഫഷണൽ ഡ്രൈവർമാരുടെ സേവനം ലഭ്യമാക്കാൻ RTOയുടെ നിർദ്ദേശം. ഉപഭോക്താക്കൾ ഡ്രൈവർമാരുടെ സേവനം ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും മദ്യപിച്ച് വാഹനമോടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഹോട്ടൽ മാനേജ്മെന്റ് ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെയോ RTO എൻഫോഴ്സ്മെന്റ് അതോറിറ്റിയെയോ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മദ്യപിച്ച് വാഹനമോടിക്കുന്നത് മൂലമുണ്ടാകുന്ന റോഡപകടങ്ങൾ തടയുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി പൊതുജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഈ നിർദ്ദേശങ്ങൾ. ചോദ്യപേപ്പർ ചോർത്തിയിട്ടില്ലെന്നും എല്ലാവരും ചെയ്തതുപോലെ ചോദ്യങ്ങൾ പ്രവചിക്കുക മാത്രമാണ് ചെയ്തതെന്നും MS സൊല്യൂഷൻസ്. കേസിൽ ഗൂഢാലോചന എങ്ങനെ നിലനിൽക്കും എന്ന് കോടതി ചോദിച്ചു. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഗൂഢാലോചന നടത്താൻ കഴിയുമോ എന്നും ചോദ്യപേപ്പറിന്റെ ഉത്തരവാദിത്തം വിദ്യാഭ്യാസ വകുപ്പിന് അല്ലേയെന്നും ഉദ്യോഗസ്ഥരെ ആരെയും പ്രതി ചേർത്തിട്ടില്ലല്ലോ എന്നും ചോദ്യപേപ്പറിന്റെ സംരക്ഷണ ചുമതല വിദ്യാഭ്യാസ വകുപ്പിന് അല്ലേയെന്നും കോടതി ചോദിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് മുല്ലശ്ശേരി റോഡിലുള്ള PA അസീസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജിലെ പണിതീരാത്ത ഹാളിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി.
കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൽ അസീസ് താഹയുടേതാണ് മൃതദേഹമെന്നാണ് സംശയിക്കുന്നത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രാജ്യത്തെ മുഖ്യമന്ത്രിമാരുടെ സ്വത്തുവിവരങ്ങൾ പുറത്തുവിട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്. നിലവിൽ രാജ്യത്തെ ഏറ്റവും കുറവ് സാമ്പത്തിക ശേഷിയുള്ള മുഖ്യമന്ത്രി തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി എന്ന് റിപ്പോർട്ട്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ 1.18 കോടി രൂപയുമായി ഏറ്റവും കുറവ് സമ്പത്തുള്ള മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റിൽ ഇടം നേടി. 931 കോടിയിലധികം ആസ്തിയുള്ള ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രിയെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഖലിസ്ഥാൻ അനുകൂല പ്രതിഷേധക്കാർ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് പുറത്ത് തടിച്ചുകൂടി. പ്രകടനത്തിൽ ഒരു കൂട്ടം പ്രതിഷേധക്കാർ മോദി രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുക എന്ന മുദ്രാവാക്യവും മുഴക്കിയിരുന്നു. ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി സിഖ് മതത്തിലുള്ളവർക്ക് സ്വന്തമായൊരു രാജ്യമാണ് ഖലിസ്ഥാൻവാദികൾ ആവശ്യപ്പെടുന്നത്. പ്രതിഷേധം നടക്കുന്ന പ്രദേശത്ത് ഹൈക്കമ്മീഷൻ സുരക്ഷ വർദ്ധിപ്പിച്ചു. അദാനിയുടെ സ്മാർട്ട് മീറ്റർ വാങ്ങില്ലെന്ന് തമിഴ്നാട്. ടെൻഡർ നടപടികൾ തമിഴ്നാട് വൈദ്യുതി വകുപ്പ് റദ്ദാക്കി. 82 ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ വാങ്ങാനായിരുന്നു ടെൻഡർ. ഉയർന്ന തുക കാരണമാണ് ടെൻഡർ റദ്ദാക്കിയതെന്ന് തമിഴ്നാട് വൈദ്യുതി വകുപ്പ് വ്യക്തമാക്കി. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, ചെങ്കൽപ്പെട്ട് എന്നിവയുൾപ്പെടെ 8 ജില്ലകളിൽ 82 ലക്ഷത്തിലധികം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതിനുള്ള പാക്കേജ് ടെൻഡറാണ് റദ്ദാക്കിയത്. സന്തോഷ് ട്രോഫിയിൽ കേരളം ബംഗാൾ ഫൈനൽ ഇന്ന് രാത്രി 7:30. 8ാം കിരീടം ലക്ഷ്യമിട്ടാണ് കേരളം ഇറങ്ങുന്നത്. കേരളം 16ാം ഫൈനലിലാണ് ഇറങ്ങുന്നത്. ബംഗാളിനാവട്ടെ 47ാം കലാശപ്പോരാണ്. ബംഗാളിന്റെ അക്കൗണ്ടിൽ 32 കിരീടമുണ്ട്. കേരളത്തിന് 7 വിജയങ്ങളും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.